ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയനന്തം വന്ദനമേ എന്റെ പുന്നീടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 10-ാമത് വചനം. അതുകൊണ്ട് നിന്റെ ചുറ്റും കെണികൾ ഇരിക്കുന്നു എന്നോർപ്പിക്കുകയാണ്. ആരുടെ ചുറ്റിലുമാണ് കെണികൾ ഇരിക്കുന്നത്? ഈ കെണിക്കുള്ളിൽ അകപ്പെടുവാൻ സാധ്യതയുള്ളത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന, ഓർപ്പിക്കുന്ന വാക്കുകളാണ്. നമ്മെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് നന്മ ചെയ്യുവാനാണ്, അനാഥരെയും വിധവകളെയും സംരക്ഷിപ്പാനാണ്. തിന്മ വിട്ട് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് എന്നിരിക്കെ അതിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യുകയും ആ വഴിയിലൂടെ നാം കടന്നു പോവുകയും ചെയ്യുമ്പോൾ നാം ഏത് സമയത്തും കെണിക്കകത്ത് അകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നുപോയാൽ ഒരു ഹാമാനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഒരു മൊർദെഖായിയെയും കാണുവാൻ കഴിയുന്നുണ്ട്. മൊർദെഖായിയെ സംബന്ധിച്ചിടത്തോളം നീതിയോടും ഭക്തിയോടും കൂടി ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു ദൈവസ്നേഹിയായ മനുഷ്യനാണ്. എന്നാൽ ഹാമാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ആരെയും ചൂഷണം ചെയ്യുവാനും ആരെയും നശിപ്പിക്കുവാനും മടി കാണിക്കാത്ത ഒരു മനുഷ്യനാണ്. മൊർദെഖായിയെ കാണുമ്പോഴൊക്കെയും ഹാമാന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കോപവും ഒക്കെ നിറഞ്ഞിട്ട് ഭക്തനായ മൊർദെഖായിയെ വകവരുത്തുവാൻ ആഗ്രഹിച്ച് തൻ്റെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് തൻ്റെ വീട്ടിൽ മൊർദെഖായിയെ തൂക്കിക്കളയേണ്ടതിന് ഒരു കഴുകുമരം ഒരുക്കുകയാണ്. അതിൽ താൻ തന്നെ അകപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഹാമാൻ ഏറ്റവും മനോഹരമായിട്ട് ആ കഴുകുമരം ഒരുക്കി. അന്ന് മൊർദെഖായിയെ അതിൽ തൂക്കണമെന്ന ആശയോടെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അഹശ്വേരോശ് രാജാവ് അകത്തുനിന്ന് ചോദിക്കുകയാണ്, പുറത്ത് ആരാണുള്ളത്? ഹാമാൻ ഞാനുണ്ടെന്ന് പറയുമ്പോൾ അകത്തേക്ക് വരുവാൻ പറയുകയും രാജാവ് ഒരു മനുഷ്യനെ മാനിക്കുവാൻ പോകുകയാണ്. ആ മനുഷ്യൻ എന്തു കൊടുക്കണം, എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഹാമാനെയാണ് മാനിക്കാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഹാമാൻ ഒത്തിരി ശ്രേഷ്ഠമായതൊക്കെയും പറഞ്ഞു. എന്നാൽ രാജാവ് പറയുന്നത് അതൊക്കെയും ആ മൊർദെഖായിക്ക് നൽകണമെന്നാണ്. മൊർദെഖായിയെ കുടുക്കുവാൻ കെണി ഒരുക്കി വെച്ചിരിക്കുന്ന ഹാമാൻ താൻ ഒരുക്കിയ കെണിക്കകത്ത് താൻ തന്നെ അകപ്പെടാൻ പോകുന്നു എന്നപ്പോഴും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അധിക വിദൂരത്തിലല്ലാതെ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ഒരു ഹാമാനെ, ആ കഴുകുമരത്തിൽ തൂക്കപ്പെട്ട ഒരു ഹാമാനെ ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരെ കുടുക്കുവാൻ കെണികൾ ഉണ്ടാക്കരുത്. മറ്റുള്ളവരുടെ നാശം നാം ആഗ്രഹിക്കരുത്. മറ്റുള്ളവരെ മുടിക്കുവാൻ നാം പരിശ്രമിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ കെണി പോലെ വന്നു പെടുമെന്ന് നാം തിരിച്ചറിയുകയും നാം ഉണ്ടാക്കുന്ന കെണിയിൽ നാം തന്നെ അകപ്പെടാതിരിക്കേണ്ടതിന് നാം കെണികൾ ഉണ്ടാക്കുന്നവരായിട്ടല്ല, നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ തീരുവാൻ സമർപ്പിക്കാം. അതിന് ദൈവം
നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് കെണിയുണ്ടാക്കി ആ കെണിയിൽ ഞങ്ങൾ തന്നെ അകപ്പെടുന്നവരാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ കെണിയുണ്ടാക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.